നമസ്കാരം. ഞാൻ അറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുജമാറ്റമാണ്. ഈ വരുന്ന 2024 വർഷം ഫെബ്രുവരി മാസം 5-ാം തീയതി കുജൻ രാശി മാറുകയാണ്, അതായത് ഉച്ചഭാവത്തിൽ വരെയാണ്. അപ്പൊ രുചകയോഗം എന്ന് പറയും. മകരത്തിലാണ് സഞ്ചാരം, മാർച്ച് 15 വരെ. ഒരു 4 രാശിക്കാർക്ക് രുചകയോഗം സംഭവിക്കുകയാണ്. വളരെ ഭാഗ്യമാണ് ഈ 4 രാശിക്കാർക്ക്, അതായത് കേന്ദ്ര സ്ഥാനത്തിൽ വരുന്നത്. അപ്പം 4 രാശിക്കാർക്ക് 1, 4, 7, 10 വരുന്നത് രുചകയോഗം സംഭവിക്കും. അപ്പൊ അത് യാതൊരു രാശിക്കാരൻ നോക്കാം. മേടപ്പൂർ ഐശ്വര്യ ഭാര്യ കാർത്തികകാലി, ഇവർക്ക് 10ലാണ് കുജന്റെ സഞ്ചാരം. അതായത് കാലചക്രം ഇതിൽ നോക്കുകയാണെങ്കിൽ 10ാം ഭാവത്താണ് കുജന്റെ സഞ്ചാരം. അപ്പൊ രാശിക്ക് 10ാം ഭാവമാണ്. രുചകയോഗം കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് 1.5 കൊല്ലത്തിലൊരിക്കലാണ്. ചിലപ്പോൾ 1.5 വർഷം, 1.25 വർഷം കൂടുമ്പോഴേ ഈ ഉച്ചസ്ഥായിയിൽ എത്തുള്ളൂ. ആര്? കുജൻ. ഒരു രാശി തന്നെ ചിലപ്പോൾ 45 ദിവസം സഞ്ചരിക്കും, ചിലപ്പം മൗഢ്യം പോലെ അല്ലെങ്കിൽ അസ്തംഗമൊക്കെ സംഭവിക്കും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ 2.5 കൊല്ലം വരെ ആവും ഒരു രാശിയിൽ, അതായത് ഉച്ച സ്ഥാനത്ത് വരാം. ഇപ്പൊ നമുക്ക് 2024 മാർച്ച് 15 വരെ, അതായത് ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെ മകരത്തിലാണ് സഞ്ചാരം ഉച്ചസ്ഥനായിട്ട്. മേടപ്പൂരിൽ ഇവർക്ക് 10ൽ സഞ്ചരിക്കുന്നത് വളരെ, അതായത് രാശി 8ാം അധിപൻ 10ൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പൊ രുചകയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വവിജയമാണ്. എന്തുകൊണ്ട്? കർമ്മസ്ഥാനത്ത് വരുന്നത്, ഉച്ചസ്ഥനായിട്ട് വരുന്നത് വളരെ നല്ലതാണ്. അത് കൂടുതലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലം വളരെ നല്ലതാണ് കാണുന്നത്. 4ാം ഭാവം ദൃഷ്ടി വരെയാണ് രാശിക്ക്, പിന്നെ 7ാം ഭാവം 4ാം ഭാവം ദൃഷ്ടി വരെയാണ്. എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് ബുദ്ധിവർദ്ധന എന്തും ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടും ഈ 40 ദിവസം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്പൊ കർമ്മസ്ഥാനം കുജൻ സഞ്ചരിക്കുന്നത് ചിലർ പറയും കർമ്മവിഘ്നമാണെന്ന്. എന്നാൽ ഉച്ചസ്ഥൻ ആയതുകൊണ്ട്, അത് രാശി അധിപനായതുകൊണ്ട് നമുക്ക് എന്ത് നേടിയെടുക്കാനുള്ള അവസരമാണ്. അതിപ്പോൾ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും, എയറോനോട്ടിക് പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ജോലി സാധ്യത, അതുപോലെ പോലീസ് വകുപ്പിലൊക്കെ പൈസ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ, മറ്റുള്ള ഏത് തസ്തികയാണെങ്കിലും പോലീസ് വകുപ്പിലാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റെയിൽവേ പോലീസ് ആണെങ്കിലും റെയിൽവേയിലാണെങ്കിലും നമുക്ക് ഈ കാലയളവ് ജോലി സാധ്യത കാണുന്നു. ഐശ്വര്യ ഭാര്യ കാർത്തികകാലി ഇവർക്ക്. അപ്പൊ എന്തുകൊണ്ടും ഈ 40 ദിവസം വളരെ ഗുണകരമാണ് കാണുന്നത്. പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. നിലവിൽ നമുക്ക് ജന്മത്തിൽ വ്യാഴനുണ്ടെങ്കിലും കുജന്റെ ദൃഷ്ടി പതിക്കിയാൽ അത്ര ദോഷമല്ല ഈ 40 ദിവസം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കാത്തിരിക്കുകയാണ് ഈ കാലയളവ്, അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. അപ്പം ലഗ്നത്തിൽ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് നമുക്ക് ചെറിയ ദോഷം ചെയ്യുമെങ്കിലും കുജന്റെ ദൃഷ്ടി ഏൽക്കിയാൽ ആ ദോഷം മാറിക്കിട്ടുകയാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് അഗ്നി സംബന്ധമായിട്ടുള്ള ബിസിനസ്, അപ്പോൾ ഹോട്ടൽ ബിസിനസ് പറയാം, വർക്ക്ഷോപ്പ് മേഖല പറയാം, ഇവർക്കൊക്കെ ഈ കാലയളവ് ഒരു പുതിയ സ്ഥാപനം തുടങ്ങാനോ അല്ലെങ്കിൽ ഉള്ള സ്ഥാപനം കുറച്ചുകൂടെ മികച്ചതാക്കാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും മേടപ്പുറക്കാർക്ക് ഈ കുജമാറ്റം വളരെ ഗുണകരമാണ്. പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടകക്കാർക്ക് എങ്ങനെ. തുടർന്ന് കാല് പൂയം ആയിട്ടാണ് കർക്കിടകൂർ. ഇവർക്ക് 7ലാണ് കുജന്റെ സഞ്ചാരം. അപ്പൊ രുചകയോഗം സംഭവിക്കുകയാണ്. അപ്പൊ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഉച്ചനോ സ്വക്ഷേത്രനോ ആയാൽ രുചകയോഗം പറയണം. അപ്പം ഉച്ചസ്ഥനാകുമ്പോൾ ഫലം കൂടെയാണ്. അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് 1.5 വർഷം 2 വർഷം കൂടുമ്പോഴേ ഈ ഉച്ചസ്ഥനായിട്ട് കുജൻ വരികയുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് ചെറിയ ഒരു മാറ്റം, നമുക്ക് വലിയ മാറ്റമല്ല, ചെറിയ മാറ്റം സംഭവിച്ചാലും ധനപരമായിട്ടൊക്കെ നമുക്ക് ഈ കാലയളവ് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. 10ൽ ഗുരുവിന്റെ സഞ്ചാരം കുജന്റെ വീട്ടിലാകിയാൽ, അതും കുജന്റെ ദൃഷ്ടി ഏൽക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ്. ഗസ്സിംഗ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടും നമുക്ക് ബിസിനസ് മേഖലയിൽ ഈ കാലയളവ് നമുക്ക് വളരെ ഉന്നതിയിലെത്താൻ സാധിക്കും. ഇപ്പം പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾ ഇപ്പം എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചു നിൽക്കുന്നവരോ അല്ലെങ്കിൽ റെയിൽവേ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരോ പോലീസ് വകുപ്പിലൊക്കെ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരോ ടെസ്റ്റിന് ഇന്റർവ്യൂവിന് പോകാൻ കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. പെട്ടെന്നുള്ള ജോലി സാധ്യത, അത് ഗവൺമെന്റ് ജോലി സാധ്യത കാണുന്നു. ഇതിലേക്കുള്ള ഈ 40 ദിവസം, അതായത് 2024
ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെയാണ്. 40 ദിവസമാണ് സഞ്ചാരം. നമുക്ക് അതും പ്രത്യേകിച്ച് മിത്ര നക്ഷത്രങ്ങളായ ഉത്രാടം, തിരുവോണം, അവിട്ടത്തിലാണ് സഞ്ചാരം. എന്തുകൊണ്ടും ഈ കാലയളവ് കർക്കിടകക്കാർക്ക്, അത് രാശി ചന്ദ്രന്റെ രാശിയാണ്, നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പറഞ്ഞില്ലേ, ഇവർക്കൊക്കെ ഈ കാലയളവ് നമുക്ക് നല്ല ലാഭം കൊയ്യാനുള്ള അവസരമാണ് കാണുന്നത്. അതിപ്പം നമുക്ക് വസ്തു പറയുകയാണെങ്കിലും ഒരു കുന്നുപോലത്തെ സ്ഥലങ്ങളിൽ വസ്തു കിടക്കുകയാണെങ്കിലും അതൊക്കെ വിറ്റുപോകാനുള്ള അവസരം കാണുന്നു. അല്ലെങ്കിൽ ഫ്ലാറ്റ് പോലെ കെട്ടിയിട്ട് അത് ചിലപ്പം വിൽപ്പന നടക്കാതിരിക്കുകയാണെങ്കിൽ ഈ 40 ദിവസം നമുക്ക് വിൽപ്പന നടക്കാനും അതിനുള്ള ലാഭം കൊയ്യാനുള്ള അവസരം കാണുന്നു. ഷെയർ മാർക്കറ്റ് ആണെങ്കിലും ഇവർക്കും ഈ ഗസ്സിംഗ് തെറ്റില്ല. നമുക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത് കർക്കിടകക്കാർ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂർ. ചിത്രര, ചോതി, വിശാഖം, മുക്കാല് ഇവർക്ക് 4 കുജിന്റെ സഞ്ചാരം. അപ്പൊ കേന്ദ്രത്തിൽ വരുമ്പോൾ രുചിയോഗം സംഭവിക്കുകയാണ്. ഇവർക്ക് 2 7 ഭാവാധിപനാണ് കുജൻ. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് പ്രശ്നത്തിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ കേസിൽ പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ കുടുംബ വസ്തു തർക്കത്തിൽ കിടക്കുകയാണ്. 2 7 ഭാവാധിപനാണ് ഉദ്ദേശിക്കുന്നത്. 4 വരുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ആ ഭൂമി നമുക്ക് തിരിച്ചു കിട്ടാനോ, അത് നിമിത്തമുള്ള ധനം വരാനോ, അല്ലെങ്കിൽ ഒരു വസ്തു നമുക്ക് കയ്യിൽ വന്ന് അത് വിറ്റ് നമുക്ക് അടുത്തൊരു അതുപോലെ സമാനമായിട്ടൊരു വസ്തു വാങ്ങിക്കാനോ, ഒരു വാഹനം എടുക്കാനോ, ഇപ്പോൾ ക്യാബ് വെച്ച് നടത്തുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ്. അത് പ്രത്യേകിച്ച് വർക്ക്ഷോപ്പ് മേഖലയിൽ പുതിയ ഒരു സംരംഭം തുടങ്ങാനോ, ഇപ്പം വെൽഡിംഗ് മേഖല പറയാം, ഇവർക്കൊക്കെ പുതിയ നമുക്കൊരു എങ്ങനെ പറയാം, ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടാനോ, ഒരു വർക്ക് വരാനോ ഉള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ജലരാശിയാകയാൽ കുജന്റെ സഞ്ചാരം നമുക്ക് പുറത്തു പോകാനുള്ള ഒരു അവസരം കാണുന്നു. അതിപ്പോൾ പഠനം എഞ്ചിനീയറിംഗ് ആണെങ്കിലും അഗ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പഠനമാണെങ്കിലും നമുക്ക് പുറത്തു പോകാനുള്ള അവസരം കാണുന്നു. ഇത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. അപ്പം നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം ഇവർക്ക് വർക്ക്ഷോപ്പ് മേഖലയിലാണെങ്കിലും ഗവൺമെന്റ്, അതായത് ഇപ്പം റെയിൽവേ ആണെങ്കിലും EB ആണെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരോ അതിലേക്ക് ജോലിക്ക് സാധ്യത ഉള്ളവർ, അതായത് കിട്ടാൻ അവസരം കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ പ്രയോജനമാണ് കാണുന്നത്. എന്തുകൊണ്ടും ഈ 40 ദിവസം, അതായത് 2024 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെ കുജന്റെ ഉച്ചസ്ഥനായിട്ടുള്ള സ്ഥിതി നമുക്ക് വളരെ ഗുണകരം ചെയ്യും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത പരീക്ഷ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മരക്കൂർ. അപ്പൊ രാശിയിലാണ് സഞ്ചാരം. രാശിയിൽ കുജൻ ഉച്ചനാകുന്നത് 4-11 ഭാവത്തിൽ. അപ്പൊ ഇതിന്റെ പ്രത്യേകത രുചിയോഗം സംഭവിക്കുകയാണ്. കേന്ദ്രസ്ഥാനത്ത് കുജൻ വരുന്നത് അത് ഉച്ചസ്ഥനാകുമ്പോൾ രുചിയോഗം സംഭവിക്കും. വേറെ ഗ്രഹദൃഷ്ടി ഒന്നുമില്ല, വേറെ ഗ്രഹങ്ങൾ കൂടെ ഇല്ല. അപ്പൊ എന്തുകൊണ്ടും ഈ 2024 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെ ജലരാശിയാകയാൽ നമുക്കിപ്പം ഗൾഫിലൊക്കെ ജോലി അന്വേഷിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഈ കാലയളവ് ജോലി സാധ്യത കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരമാണ് കാണുന്നത്. അത് ഇപ്പം നമുക്ക് എഞ്ചിനീയറിംഗ് പഠനമാണെങ്കിലും എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർ, ഇപ്പോൾ പോലീസ് ഓഫീസിൽ ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ റെയിൽവേയിലാണെങ്കിലും EBയിലാണെങ്കിലും ഈ കാലയളവ് ജോലി സാധ്യത കാണുന്നു. എന്തുകൊണ്ടും ഈ കാലയളവ് മകരക്കൂറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത്. അപ്പം മകരക്കൂറിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, നര. ഇവർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ്. പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. പെട്ടെന്നുള്ള ധനാഗമം, ഇപ്പോൾ ഒരു കേസിൽ പെട്ട് കിടക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനോ, അതിന്റെ വിൽപ്പന നടക്കാനോ, അല്ലെങ്കിൽ അതുപോലെ ഒരു വസ്തു വാങ്ങിച്ച് നമുക്ക് ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. മോശവശമല്ല. ഇപ്പൊ ക്യാബ് വെച്ച് നടത്തുന്നവരാണെങ്കിൽ ഈ കാലയളവ് നമുക്ക് വളരെ നല്ലതാണ്. അപ്പം ഹോട്ടൽ ബിസിനസ്സിലാണെങ്കിലും, ഇപ്പം ഈ രാശിയിൽ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു. പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ശുഭമസ്തു.